ഡിസപ്പോയിൻറ്റഡ്. വിഷുവിൻ്റെ തലേന്ന് ഞാനും എൻ്റെ ചങ്ങായും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. സംഭവം എന്താ വെച്ചാൽ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാ തുണി ഷോപ്പിലും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം വിചാരിച്ച് ഇറങ്ങിയതാണ് നേരെ മാനന്തവാടിക്ക്. അത്യാവശ്യം തിരക്കുണ്ട് മാനന്തവാടി. സംഭവം എന്താ വെച്ചാൽ എല്ലാവരും കൊന്നയും അതുപോലെ ബാക്കി അയൽക്കുലത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ തിരക്ക്. പിന്നെ നമ്മളെപ്പോഴും ആദ്യം പോകുന്ന അറ്റ്നോക്സിക്കാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള സാധനം കിട്ടൽ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഒന്ന് സെലക്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ആദ്യത്തെ തന്നെ പാളി, നന്നായിട്ട് പാളി. കാരണം ഇട്ട് നോക്കിയപ്പോൾ വലിയ രസമൊന്നുമില്ലായിരുന്നു. പിന്നെ രണ്ടാമതൊരു സാധനം എടുത്ത് വലിയ മോശമില്ല, ഓനും ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു സംഭവം ഒരു തൃപ്തി വരുന്നില്ല. പിന്നെ ഈ ഒരു സാധനം, ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവില്ല, ജസ്റ്റ് വൈറ്റ് മാത്രമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റൊക്കെ അത്യാവശ്യം രസമുണ്ട് നേരിട്ട് കാണാൻ. പക്ഷെ കുഴപ്പമെന്താ വെച്ചാൽ ഇതിൻ്റെ ലാർജ് കിട്ടാനില്ല, എക്സൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും മുഞ്ചി. അങ്ങനെ കുറേ എണ്ണം ഇട്ട് നോക്കി ലാസ്റ്റ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്ത് ഇതെവിടെ നിന്ന് അങ്ങ് തൂക്കി. എന്നാലും മനസ്സിലൊരു തൃപ്തി വരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ കല്ലറ്റ് മാളിലേക്ക് വെച്ച് പിടിപ്പിച്ചു. സംഭവം ഇവിടെ നമ്മൾ ഈസി ബൈ ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം വിഷു ആയതുകൊണ്ട് കളക്ഷൻ ഉണ്ടാവുമെന്നറിയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി, എന്താ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ വിഷു ആയതുകൊണ്ട് തന്നെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരേപോലത്തെ 10-20 ഉണ്ട്. ഇപ്പം ഞാനെടുത്ത് തന്നെ എൻ്റെ നാട്ടിൽ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിഫോം പോലെ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ വേണ്ടി എന്തൊക്കെ കാരണങ്ങളല്ലേ. എന്തായാലും ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് അതും ഇട്ട് നോക്കി. സംഭവം വലിയ മോശമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എവിടെയോ ഒരു തൃപ്തിക്കുറവ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഇത്രയും, ഇനിയിപ്പോൾ എന്തായാലും 2 ചായയെല്ലാം കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇനി അടുത്ത ഇടയിൽ കയറാം. അവിടെ നമുക്ക് എന്തായാലും നല്ലൊരു ഡ്രസ്സ് കിട്ടും എന്നൊരു നല്ല ചിന്താഗതിയിൽ ഞങ്ങൾ 2 ചായ ഓർഡർ ചെയ്തു, 2 കടി. അതിനകത്താണെങ്കിൽ 1 ലിറ്റർ എണ്ണ അതിൽ നിന്ന് വേറെ കുപ്പിയിലാക്കി എടുക്കാം, അത്ര എണ്ണ. ഞെക്കുമ്പോൾ അക്ഷയപാത്രം പോലെയാണ് എണ്ണ വരുന്നത്. എന്തായാലും ചായ കുടിക്കാനുള്ള ആ മൂടും അങ്ങ് പോയി കിട്ടി. ടോട്ടൽ പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ അബദ്ധമായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം സെഞ്ച്വറിയിലാണ്. എന്തായാലും ഇത്രയും വലിയ കടയല്ലേ, ഇവിടുന്ന് നമ്മൾ ഒന്നൊരെണ്ണം എടുത്തിരിക്കും എന്നൊരു മൈൻഡോടെയാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ചെക്കൻ സെലക്ഷൻ തുടങ്ങി. ഇവിടെയാണ് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പാവം അവിടുത്തെ സെയിൽസ്മാനൊക്കെ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വരവ്. നമ്മളാണെങ്കിൽ ഡ്രസ്സൊന്നും അങ്ങനെ സെലക്ട് ചെയ്യാൻ കിട്ടാത്ത സങ്കടത്തിലിരിക്കുന്നതുകൊണ്ട് കുറേ ഡ്രസ്സ് വലിച്ചു വാരി മേടിച്ചു അവരെടുന്ന്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. ഏതെങ്കിലും ഒരെണ്ണം കിട്ടണ്ടേ. അങ്ങനെ അവിടുന്ന് കുറേ എണ്ണം മാറി ട്രൈ ചെയ്ത് കുറേ ഇട്ട് നോക്കിട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാൻമാരെല്ലാം മടുത്ത് പണ്ടാറങ്ങിയിരിക്കുകയാണ്. ലാസ്റ്റ് കൂടെ വന്നവൻ ഇത് എനിക്ക് സെറ്റാവുന്ന വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുത്തത്. ലാസ്റ്റ് ഞാൻ ഇത് ഇട്ട് നോക്കി. സത്യം പറഞ്ഞാൽ ഇതും നല്ല ബോറായിരുന്നു. പിന്നെ എന്തായാലും അത്രയും നേരം അവിടെ നിന്നതല്ലേ, എന്തായാലും വീട്ടിൽ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വൈറ്റ് ഷർട്ട്, അത് നല്ലൊരു ക്ലോത്തിൻ്റെ വാങ്ങി. അതാകുമ്പോൾ വേറെ നോക്കുകയാണെന്നില്ലല്ലോ, വൈറ്റ് കളർ എടുക്കുക, നല്ല ക്ലോത്താണോ നോക്കുക. അങ്ങനെ ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നുമല്ല കേട്ടോ. എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കൽ. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്നൊരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നത്.